ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി നാളെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി ചേർന്ന ഇന്ത്യ സഖ്യത്തിന്റെ യോഗം പൂർത്തിയായി. തമിഴ്നാട്ടിൽ നിന്ന് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്നാണ് സൂചന. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഇന്ന് ആരുടെയൊക്കെ പേരുകളാണ് പരിഗണിച്ചത് അച്യുതൻ? ഉന്മേഷത, എനിക്ക് പിന്നിൽ കാണുന്ന കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലായിരുന്നു ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി, ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി സംബന്ധിച്ചിട്ടുള്ള പ്രാഥമികഘട്ട ചർച്ചകൾ ഇന്ന് നടന്നത്. ആ ചർച്ചകളിൽ പ്രധാനമായും 4 പേരുകൾ ഉയർന്നു വന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ ആ വിവരങ്ങൾ സംബന്ധിച്ച് ഇപ്പോഴും അതിൻ്റെ അന്തിമ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല. ഒപ്പം തന്നെ നാളെ ഉച്ചയോടുകൂടിയായിരിക്കും ഈ പ്രഖ്യാപനം ഉണ്ടാവുക. കാരണം ഇന്ന് ചേർന്ന ഇന്ത്യ മുന്നണി യോഗത്തിൽ പല പാർട്ടി നേതാക്കളും പങ്കെടുത്തിരുന്നില്ല, ചില പാർട്ടി നേതാക്കൾ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുമായെല്ലാം ഫോണിൽ സംസാരിച്ച് അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ടായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകും എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും നിലവിൽ ഈ പ്രാഥമികഘട്ട ചർച്ചകളാണ് നടന്നിട്ടുള്ളത്. എല്ലാവരുമായി കൂടി ആലോചിച്ചുകൊണ്ടൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ഇതിൽ ഉയർന്നു കേൾക്കുന്നത് തമിഴ്നാട് നിന്ന് ഒരാളെ ഈ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങൾ കൂടിയാണ് നടക്കുന്നത്. അത് കൃത്യമായി NDAക്ക് ഒരു മറുപടി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരം നീക്കങ്ങളിലേക്ക് കൂടി ഇന്ത്യ മുന്നണി കടക്കുന്നത്. ശരി, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.